നമസ്കാരം. ഇന്നത്തെ തിരുവനന്തപുരം വാർത്തകളിലേക്ക് സ്വാഗതം. ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് അഭയം നൽകിയ കേന്ദ്ര സർക്കാരിനെ പ്രകീർത്തിച്ച് കോൺഗ്രസ് നേതാവ് ശശി തരൂർ MP. ബംഗ്ലാദേശിലെ അധികാരമാറ്റം ഇന്ത്യക്ക് ഭയപ്പെടേണ്ട യാതൊരു സാഹചര്യവും സൃഷ്ടിക്കുന്നില്ലെന്നും തരൂർ അഭിപ്രായപ്പെട്ടു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ബംഗ്ലാദേശ് എന്ന രാജ്യത്തിന്റെ സൗഹൃദമാണ് വലുതെന്നും അവിടുത്തെ ജനങ്ങളുടെ അഭിവൃദ്ധിക്കാണ് എന്നും ഇന്ത്യ മുൻതൂക്കം നൽകിയിട്ടുള്ളതെന്നും തരൂർ പറഞ്ഞു. വിജിലൻസിന്റെ പുതിയ മേധാവിയായി ADGP യോഗേഷ് ഗുപ്ത ചുമതലയേറ്റു. ഡയറക്ടറായിരുന്ന TK വിനോദ് കുമാർ സ്വയം വിരമിച്ചതിനെ തുടർന്നാണ് യോഗേഷ് ഗുപ്തയെ ഡയറക്ടറായി നിയമിച്ചത്. ബവറേജസ് കോർപ്പറേഷന്റെ CMD സ്ഥാനത്തു നിന്നാണ് വിജിലൻസ് ഡയറക്ടർ പദവിയിലേക്ക് യോഗേഷ് എത്തിയത്. എൻഫോഴ്സ് ഡയറക്ടറേറ്റിലും CBIയിലും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. TK വിനോദ് കുമാർ വിരമിച്ചതോടെ ഇദ്ദേഹത്തിന് DGP പദവി ലഭിക്കാൻ സാധ്യത ഏറി. കെട്ടിച്ചമച്ച പരാതിയിൽ പോക്സോ കേസ് പ്രതിയായ വയോധികനെ ആറ്റിങ്ങൽ സെക്ഷൻ ജഡ്ജ് CR ബിജുകുമാർ കുറ്റവിമുക്തനാക്കി. അയൽവാസിയായ ബാലനെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയെന്നും മൊബൈലിൽ അശ്ലീല വീഡിയോ കാണിച്ചെന്നുമായിരുന്നു പൗടിക്കോണം സ്വദേശിയായ കൂലിപ്പണിക്കാരനായ വയോധികനെതിരായ പരാതി. മൊബൈലിൽ വീഡിയോ കാണിച്ചെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചപ്പോൾ ഡയൽപാടുള്ള പഴയ ഫോണാണ് അദ്ദേഹം ഉപയോഗിച്ചിരുന്നതെന്നും സംഭവ ദിവസം കുട്ടി സ്കൂളിൽ ആയിരുന്നെന്നും പ്രതിഭാഗത്തിന് തെളിയിക്കാനായി. കെട്ടിച്ചമയ്ക്കുന്ന പോക്സോ കേസുകൾ വർദ്ധിച്ചു വരുന്നതിനിടെയാണ് ഈ സംഭവം. കുറ്റവിമുക്തനായെങ്കിലും 2020 മുതൽ 2024 വരെ 4 വർഷ കാലയളവിലെ വിചാരണയ്ക്കിടെ അദ്ദേഹത്തിനുണ്ടായ സാമ്പത്തിക നഷ്ടവും മാനഹാനിയും നികത്താനാവുന്നതല്ലെന്ന് അഭിഭാഷകൻ രാജ് മുരളി ചൂണ്ടിക്കാട്ടി. വിതുര കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ യുവാവിന് ഗുരുതരമായി പരിക്കേറ്റു. വിതുര ആനപ്പാറ മണലി തൊട്ടരികത്ത് വീട്ടിൽ അനിൽകുമാറിനെയാണ് കാട്ടുപോത്ത് ഗുരുതരമായി കുത്തി പരിക്കേൽപ്പിച്ചത്. ഇന്നലെ രാവിലെ വീട്ടുമുറ്റത്ത് നിൽക്കുമ്പോഴാണ് കാട്ടുപോത്ത് ആക്രമണം നടത്തിയത്. ഗുരുതരമായി പരിക്കേറ്റ അനിൽകുമാറിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രദേശത്ത് കാട്ടുപോത്തുകളുടെ ആക്രമണം പതിവായതായി നാട്ടുകാർ പരാതിപ്പെട്ടു. വർക്കല മേഖലയിലെ റോഡുകളിൽ മാലിന്യം തള്ളൽ വ്യാപകം. മാലിന്യം തള്ളുന്നവരെ കണ്ടെത്താൻ വിവിധയിടങ്ങളിലായാണ് 14 ക്യാമറ സ്ഥാപിച്ചത്. ദൃശ്യങ്ങൾ പരിശോധിച്ച് കർശന നടപടിയെടുക്കാത്തതാണ് മാലിന്യം തള്ളൽ കുറയാത്തതിനു കാരണം. ഗാർഹികവും ഗാർഹികേതരവുമായ മാലിന്യം നിറച്ച പ്ലാസ്റ്റിക് ബാഗുകളും ചാക്കുകളും നഗരത്തിലെ പലയിടങ്ങളിൽ കൂടിക്കിടന്ന് ദുർഗന്ധം വമിക്കുന്നു. വാഹനങ്ങളിൽ നിന്നും റോഡ് സൈഡിൽ മാലിന്യം വലിച്ചെറിയുന്നതും നിത്യസംഭവമായിരിക്കുന്നു. ഇടവ, ഓടയം, കാപ്പിൽ ഭാഗത്തെ റിസോർട്ടുകൾ, ഭക്ഷണശാലകൾ എന്നിവിടങ്ങളിൽ നിന്ന് സ്ഥിരമായി മാലിന്യ ചാക്കുകൾ വലിച്ചെറിയുന്നത് നിത്യസംഭവമായിരിക്കുന്നു. തിരുവനന്തപുരത്ത് ഒരാൾക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. നാവായിക്കുളം സ്വദേശിനിയായ 24-കാരിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. കേരളത്തിൽ ഇതാദ്യമായാണ് സ്ത്രീക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിക്കുന്നത്. ഉദ്ഘാടനം കഴിഞ്ഞിട്ട് 2 മാസമായിട്ടും പ്രവർത്തനം തുടങ്ങാതെ കണിയാപുരം KSRTC ഡിപ്പോയിലെ വഴിയിടം വിശ്രമ കേന്ദ്രം. നിർമ്മാണം നടത്തി 2 വർഷം അടച്ചിട്ടിരുന്ന വഴിയിടം ജൂണിലാണ് ഉദ്ഘാടനം നടത്തിയത്. എന്നാൽ അത് തുറന്ന് പ്രവർത്തിപ്പിക്കാൻ വേണ്ട നടപടികളൊന്നും അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ദിനംപ്രതി ആയിരക്കണക്കിന് യാത്രക്കാരാണ് കണിയാപുരം KSRTC ഡിപ്പോയിൽ വന്നു പോകുന്നത്. ഇവിടുത്തെ വൃത്തിഹീനമായ ശൗചാലയങ്ങൾ ഉപയോഗിക്കുവാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. പൊന്മുടി വയർലെസ് സ്റ്റേഷന് പുതിയ കെട്ടിടം ഒരുങ്ങുന്നു. നിർമ്മാണം അന്തിമഘട്ടത്തിലേക്ക് കടന്നു. 17 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് നിർമ്മാണ പ്രവർത്തനം. 30 വർഷത്തിലധികം പഴക്കമുള്ള പഴയ കെട്ടിടം ശോച്യാവസ്ഥയിൽ ആയതോടെ വയർലെസ് സ്റ്റേഷന്റെ പ്രവർത്തനം തീർത്തും ബുദ്ധിമുട്ടിലായിരുന്നു. ഇടിമിന്നലേറ്റ് കെട്ടിടം തീർത്തും തകരാറിലായതോടെ കേന്ദ്രം പ്രവർത്തനം നിർത്തേണ്ട സാഹചര്യം ഉണ്ടായി. പാലോട് 2 കിലോ കഞ്ചാവുമായി യുവാവ് പിടിയിലായി. കൊല്ലായിൽ SNUP സ്കൂളിന് സമീപമുള്ള വീട്ടിൽ 2 മാസമായി വാടകയ്ക്ക് താമസിക്കുന്ന ചിതറ കൊല്ലായിൽ കിളിത്തട്ട് സ്വദേശി അൻഷാദാണ് പിടിയിലായത്. കൊല്ലായിൽ ജംഗ്ഷനിൽ കട നടത്തുന്ന അൻഷാദ് കഞ്ചാവ് ചെറു പാക്കറ്റുകളാക്കി ബൈക്കിൽ ചുറ്റി നടന്നാണ് വിതരണം ചെയ്യുന്നത്. പാലോട്
ചിതറ സ്റ്റേഷനുകളിലെ കഞ്ചാവ് കേസിലെയും അടിപിടി കേസിലെയും പ്രതിയാണ്. ഇടവ ഗ്രാമപഞ്ചായത്തിലെ തകർന്നു തരിപ്പണമായ കാപ്പിൽ HS നെല്ലേറ്റിൽ കടവ് റോഡ് നവീകരിക്കാൻ നടപടികളില്ല. കാപ്പിൽ റെയിൽവേ സ്റ്റേഷനും കായലിനും മധ്യേയുള്ള 2 കിലോമീറ്ററോളമുള്ള റോഡാണ് ഏറെ നാളായി പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നത്. 2019 നിർമ്മാണം പൂർത്തിയാക്കിയ റോഡിന്റെ പകുതിയിലേറെ ഭാഗവും തകർന്ന നിലയിലാണ്. ചതുപ്പ് ഭാഗം കണക്കാക്കി റോഡിൽ പാകിയ തറയോടുകളിൽ ഭൂരിഭാഗവും ഇളകിയതോടെ കാൽനടയുൾപ്പെടെ ബുദ്ധിമുട്ടായി. പഞ്ചായത്തിലെ 2ാം വാർഡിലെ ഏക റോഡിനാണ് ഈ ഗതികേട്. ജില്ലയിലെ ഏക ശുദ്ധജല തടാകവും നിരവധി ശുദ്ധജല വിതരണ പദ്ധതികളുടെ സ്രോതസ്സുമായ വെള്ളായണിക്കായലിന്റെ പുനരുജ്ജീവന പദ്ധതിയുടെ ആദ്യഘട്ടം ഉടൻ. 64 കോടി രൂപ വകയിരുത്തിയ ആദ്യഘട്ടത്തിന്റെ രൂപരേഖയായി. കായലിന്റെ പാലപ്പൂർ ബണ്ട് റോഡ് ഭാഗത്തു നിന്നാണ് ആദ്യ നവീകരണം. ചെറുകിട ജലസേചന വകുപ്പ് മുഖാന്തരം നടപ്പാക്കുന്ന പുനരുജ്ജീവന പദ്ധതിയുടെ ആദ്യഘട്ടത്തിന്റെ ആഗോള ടെൻഡർ സെപ്റ്റംബർ 9 തുറക്കും. പദ്ധതി ഭാഗമായി പാലപ്പൂർ ബണ്ട് റോഡ് ഉൾപ്പെടെ ഈ ഭാഗത്തെ 6500 മീറ്റർ ദൂരത്തെ കായൽ പ്രദേശം 3 മീറ്റർ ഉയരത്തിൽ കരിങ്കൽ സംരക്ഷണ ഭിത്തി കെട്ടി സംരക്ഷിക്കും. കല്ലറ വയനാട്ടിലെ ദുരന്ത ബാധിതരെ സഹായിക്കാൻ മിത്രമല ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 1981 SSLC ബാച്ച് വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ ഗ്രാമ്യ സമാഗമം. ദുരന്തത്തിൽ ഉപജീവന മാർഗമായ ഓട്ടോറിക്ഷ നഷ്ടപ്പെട്ടയാൾക്ക് പുതിയ ഓട്ടോറിക്ഷ വാങ്ങി നൽകാനാണ് സംഘടന തീരുമാനിച്ചത്. ഓട്ടോറിക്ഷ നഷ്ടപ്പെട്ടതിനെ തുടർന്ന് ആശങ്കപ്പെടുന്നതായി TV വാർത്തകളിൽ വന്നയാളിനെ കണ്ടെത്താനായി കൂട്ടായ്മ ചെയർമാൻ K ബുഹാരിയും കൺവീനർ S ബാബും വയനാട് കളക്ടറുടെ സഹായം അഭ്യർത്ഥിച്ചു. പാലോട് INTUC നന്ദിയോട് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഉമ്മൻചാണ്ടി സ്നേഹസ്പർശം പദ്ധതിയുടെ നന്ദിയോട് മേഖലാതല ഉദ്ഘാടനം ജില്ലാ പ്രസിഡന്റ് VR പ്രതാപൻ നിർവഹിച്ചു. വയനാട് ഉരുൾപൊട്ടലിൽ മരണപ്പെട്ടവരുടെ ചിത്രങ്ങളിൽ പുഷ്പാർച്ചന നടത്തി. കഴിഞ്ഞ ദിവസം രാത്രിയിൽ കല്ലമ്പലം നഗരൂർ റോഡിൽ പുല്ലൂർ മുക്കിൽ ബൈക്കുകൾ തമ്മിൽ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മരണം 3 കല്ലമ്പലം കഴിഞ്ഞ ദിവസം അപകട സ്ഥലത്ത് വെച്ച് തന്നെ നഗരൂർ തണ്ണിക്കോണം പണയിൽ വീട്ടിൽ ബാബു ഗിരിജ ദമ്പതികളുടെ മകൻ നിതിൻ ബാബു മരണപ്പെട്ടിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്ന കരവാരം തോട്ടയ്ക്കാട് വടക്കോട്ടുകാവ് അക്ഷയ് ഭവനിൽ അനിൽകുമാർ ലതിക ദമ്പതികളുടെ മകൻ അക്ഷയ്, നെടുമ്പറമ്പ് തോക്കാല ചരുവിള പുത്തൻ വീട്ടിൽ തുളസി രാജി ദമ്പതികളുടെ മകൻ അനന്തു എന്നിവരാണ് മരണപ്പെട്ടത്. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.